നമസ്കാരം ചെയ്തു.
सकलसुरनुदां सर्वसम्पत्प्रदात्रीं सकुङ्कुमविलेपनामलिकचुम्बिकस्तूलिकां समन्तहसिलेक्षणां सशरजापवाशाङ्कुशाम् अजेषजनमोहिनीम् अरुणमाल्यभूतोज्ज्वलां जपाकुसुमभासुरां जपविभूस्मरेदम्बिकाम् संभूता देवकार्यसमुद्यता उद्यद्भानुसहस्राभा चतुर्बाहुसमन्विता त्यागस्वरूपपाषाढ्या क्रोधागाराङ्कुशोज्ज्वला मनोरूपेषु कोदण्ड पञ्चतन्मात्रसायका विचारण प्रभापूरमञ्चद्ब्रह्माण्डमण्डल चम्बकाशोकपुन्नागसौगन्धिकलसर्कजा गुरुविन्दमणिश्रेणी कनल्कोडीरमण्डिता अष्टमी चन्द्रविभ्राज दडिगस्थलशोभिता मुखचन्द्रकळङ्काभमृगनाभिविशेषगा वदनस्मरमाङ्गल्यगृहतोरणचिल्लिका वक्त्रलक्ष्मी वजीवाह चलन्मीनाभलोचना नवचम्बकपुष्पाभमासा दण्डविराजिता ताराकान्तितिरस्कारी नासाभरणभासुरा कदम्बमञ्जीरक्लिप्तकर्णपूरमनोहरा ताडङ्गयुगडीभूततपनोडुपमण्डल पद्मरागशिलादर्शपरिभाविकपोलभो नवविद्रुमबिम्बश्रीनेक्तारीरदनच्छदा शुद्धविद्यानुरागारद्विजतम्बिद्वयोज्ज्वला कर्पूरवीडिका ഈ സൈഡിൽ सिंहासनेश्वरी श्रीललिताम्बिके भुवनेश्वरी श्रीचक्रराज सिंहासनेश्वरी श्रीललिताम्बिके भुवनेश्वरी श्रीचक्रराज सिंहासनेश्वरी श्रीललिताम्बिके भुवनेश्वरी आगमवेद कलामय रूपिणी आगमवेद कलामय रूपिणी अखिल चराचर जननी नारायणी
രാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ.
ലളിതാംബികേ. വളരെയധികം പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഡെപ്തിൽ പഠിപ്പിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ ആദ്യം അവരത് ഇഷ്ടപ്പെടുക. ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ആദ്യം ആ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനെ ആദ്യം ഇഷ്ടപ്പെടുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തനിയെ പഠിക്കാൻ സാധിക്കുള്ളൂ. വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. തനിയെ തന്നെ ആ സബ്ജക്റ്റ് കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ അറിഞ്ഞ് പഠിച്ചോളൂ ആദ്യം. പക്ഷേ ആ സബ്ജക്റ്റ് നമ്മൾ ഇഷ്ടപ്പെടണം എന്നുള്ളത് മാത്രം കൊച്ചുകുട്ടികളുടെ ഇതിൽ ആണ് ഇപ്പം പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇതിന് +2 വരെയുള്ളത്. മുതിർന്ന കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ കാലം കൊണ്ട് തന്നെ മനസ്സിലായി കാണാതിരിക്കും. ഇനി പഠിക്കുമ്പോൾ ചെറിയ ചില ഹിന്റുകൾ പറയുന്നത് പല മുതിർന്ന കുട്ടികൾക്ക് പലർക്കും അറിയാമായിരിക്കും, പക്ഷേ കൊച്ചു കുട്ടികൾക്ക് ഇടയിലുള്ള പല ക്ലാസ്സിലെ കുട്ടികൾക്കും കൂടെ വേണ്ടിയിട്ട് പറയുകയാണ്. ഒരു കാര്യം ആദ്യം നിങ്ങൾ പഠിക്കാൻ എടുക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ഒരു പോയിൻ്റ്, ഒരു 10 അടി അകലത്തിൽ ഒരു പോയിൻ്റ് ഇട്ടിട്ട് അതിലേക്ക് നോക്കിയിരിക്കുക. ആദ്യം തന്നെ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റെങ്കിലും അതിലേക്ക് നോക്കി മനസ്സ് ശരിക്ക് കാമാൻ പോയിട്ടാക്കുക. അതിന് ശേഷം ആദ്യം തന്നെ ഇപ്പോൾ ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നത്, സയൻസോ അല്ലെങ്കിൽ ഹിസ്റ്ററി ഏതും ആയിക്കോട്ടെ, അതെടുക്കുമ്പോൾ അതിൻ്റെ ആ ഭാഗം എൻ്റെ ബ്രെയിനിൽ തുറക്കുന്നു എന്നുള്ളതൊന്നും സങ്കല്പിച്ചില്ല. എന്നിട്ട് പിന്നെ അത് പഠിക്കുക. അത് പഠിച്ച് അവസാനം അത് അടച്ചു വയ്ക്കുമ്പോൾ ആ ഭാഗം ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിൽ ഒന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വെച്ചിട്ട് പിന്നെ സയൻസ് കഴിഞ്ഞ് മറ്റേ മാത്തമാറ്റിക്സ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ ഭാഗം അതിനുള്ള എക്സംഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സയൻസിൻ്റെ തന്നെ ഹയർ ക്ലാസ്സിലേക്ക് വരുമ്പം കെമിസ്ട്രി ഫിസിക്സിലൊക്കെ മാത്തമാറ്റിക്സും കൂടെ പലരും കയറി വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് മാത്രം മാത്തമാറ്റിക്സിനെ ക്ലോസ് ചെയ്ത് വിടാതെ അടുത്ത് ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രി ഏതാ എടുക്കുന്നത് വെച്ചാൽ അത് ഓപ്പൺ ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിൽ കൺസിഡർ ചെയ്തതിന് ശേഷം അത് പഠിച്ചു കൊടുക്കുക. അതിനേക്കാളും ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ആ പഠിക്കുന്ന സബ്ജക്റ്റ് വളരെയധികം ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എനിക്ക് ഈ സബ്ജക്റ്റ് വളരെയധികം എനിക്കിഷ്ടമാണെന്ന് മനസ്സിൽ പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം ആ സബ്ജക്റ്റ് പഠിക്കാനെടുക്കുക. പിന്നെ നമ്മൾ വളരെയധികം ഉറച്ചാണ് പഠിക്കുന്നത് എങ്കിൽ അത് വ്യക്തിഗതമായിട്ടും ഒരു പെർമനൻ്റായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് കിട്ടും. അതിന് സമയം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ വാനിഷ് ഔട്ടായി അല്ലേ. നിങ്ങൾക്ക് ഇപ്പം പലർക്കും മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന പല കുട്ടികൾക്കും അറിയാം, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന പല പദ്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പാടില്ലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് അത് അത്രയധികം ഇഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടായിരിക്കും ഇല്ലേ. ഇപ്പോൾ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ 1ാം ക്ലാസ്സിലൊക്കെ പഠിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളാണ് LKG UKG പഠിച്ചിരിക്കുന്ന പദ്യങ്ങളൊക്കെ അവർക്ക് പിന്നീട് വളരെ കാലം കഴിഞ്ഞാലും ഓർമ്മ കിട്ടും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇഷ്ടപ്പെട്ട് അത് നല്ല ഹൃദിസ്ഥമാക്കി പഠിച്ചതുകൊണ്ടാണ് അല്ലേ. അതേസമയം പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റ് അതോടുകൂടി കിട്ടും. ഇനി ഓർമ്മ കിട്ടാനായിട്ട് ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചോ. ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിയുമ്പോൾ ആദ്യം തന്നെ പഠിക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞ ശേഷം ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ പിന്നീട് പതുക്കെ സ്ലോ ആയിട്ട് വരും ആ സബ്ജക്റ്റിനോട്. അപ്പോൾ വീണ്ടും ആ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം ഒന്നുകൂടി എടുത്ത് വായിച്ചു കൊടുക്കുക. അതിനൊരു എക്സാമ്പിൾ പറയാം. പണ്ട് വിവേകാനന്ദ സ്വാമിയുടെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഉണ്ടോ? കുട്ടികളെ ആരും ഒന്നും പെട്ടിട്ടില്ല. വിവേകാനന്ദ സ്വാമിയുടെ പറ്റി കേട്ടിട്ടില്ലേ? യെസ് ഓർ നോ? ഓക്കെ, നോ. ഓക്കെ, വിവേകാനന്ദ സ്വാമിയുടെ ശ്രീ പത്മനാഭ ഇത് പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ശ്രീലങ്കയിലോ മറ്റോ ചെന്ന സമയത്ത് അവിടുത്തെ കുറേ പണ്ഡിതന്മാർ കൂടി എഴുതിയിരിക്കുന്ന എൻ്റെ സാറ് എനിക്ക് പറഞ്ഞു തന്നൊരു സ്റ്റോറിയാണ്. പണ്ഡിതന്മാർ കൂടി എഴുതിയിരിക്കുന്ന ഒരു ബുക്ക് വിവേകാനന്ദ സ്വാമികൾക്ക് സമ്മാനിച്ചു. അപ്പോൾ അദ്ദേഹം പതുക്കെ അത് മറിച്ച് നോക്കി അവസാനം വരെ മറിച്ച് നോക്കിയിട്ട് ഇത് അവർക്ക് തിരിച്ചു കൊടുത്തു. അപ്പോൾ ഈ പണ്ഡിതന്മാർ പറഞ്ഞു, നല്ല സ്വാമി ഇത് അങ്ങേക്ക് വെച്ചോളൂ, അങ്ങേക്ക് ഇനി
എവിടെയെങ്കിലും സംശയം വരുമ്പോൾ എടുത്ത് നോക്കാനായിട്ട് ഉപയോഗിക്കാം. ഇല്ല, വളരെ നന്ദി, ഞാനിത് വായിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ആകെ അത്ഭുതമായി. ഇത്ര പെട്ടെന്ന് ഇത് മുഴുവൻ, വലിയൊരു ബുക്കാണ്, ഇത്ര പെട്ടെന്ന് ഇത് മുഴുവൻ വായിച്ചു കഴിഞ്ഞു. യെസ്, അങ്ങനെ സലില നീലയ ദേവ, സലില നീലയ ദേവ മുരാരേ സരസിജ നാഭ, സലില നീലയ ദേവ മുരാരേ സരസിജ നാഭ, ശൗരേ 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 സലില നീലയ ദേവ. കലയ കാമ്യമാന സുനീലവർണ്ണ, കലയ കാമ്യമാന സുനീലവർണ്ണ, കലയ കാമ്യമാന സുനീലവർണ്ണ, കലയ കാമ്യമാന സുനീലവർണ്ണ, സുലഭ ലോഭ മായ പ്രമേയ, കലയ കാമ്യമാന സുനീലവർണ്ണ, സുലഭ ലോഭ മായ പ്രമേയ, സനിധപമഗരി സഗമദനി സദാ, సనిధపమగరి సగమదని సదా, గమ మద ని సనిధపమగరి సగమదని సదా, గమద మదని దని సనిధపమగరి సగమదని సదా, సగమద గమదని మదని సనిధపమగరి సగమదని సదా, సగమద గమదని మదని సగరి స ని సమగరి స కని సమమగరి స సని దని సదా, సగరి స ని సమగరి స కని సమమగరి స సని దని సదా, మదని సమగరి సని స మదని సని రవమగరి స ని సగ మదని సలిల నీలయ దేవ, మదని సమగరి సని స మదని సని రవమగరి స ని సగ మదని సలిల నీలయ దేవ మురారే సరసిజ నాభ, శౌరే సలిల నీలయ దేవ. విలయరహిత విష్ణులోకనాథ, వలయ జీవ భేద నిత్యమోద భావ, విలయరహిత. നിങ്ങളെ കുട്ടികളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഈശ്വരന്മാർ, പ്രത്യക്ഷദേവന്മാർ. നമ്മൾ മാതാപിതാ ഗുരുദൈവം 3 പ്രത്യക്ഷദേവന്മാരുടെ അത്
കൂടാതെ കളങ്കമില്ലാത്ത മനസ്സുള്ള നിങ്ങൾ കുട്ടികളും കൂടെ പ്രത്യക്ഷ ദേവതകളാണ്. അപ്പൊ നമുക്ക് താമരപ്പൂരൊന്നും നമ്മൾ ഇരിക്കുന്നില്ലെങ്കിലും നമ്മൾ ഇരിക്കുന്ന ഈ ഭൂമിയിൽ ചവിട്ടി നടക്കുവാൻ നമ്മളെന്നും നമ്മുടെ മനസ്സിലെ കള്ളങ്ങളും കാര്യങ്ങളും കളഞ്ഞിട്ട് നമ്മളെന്നും പ്രാർത്ഥനയോടെ മാതാപിതാക്കളോടും ഗുരുക്കന്മാരുടെ ഭക്തിയോടുകൂടി നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടുപോകണം അല്ലേ? നിങ്ങൾ കളിക്കാൻ പോകണം, നിങ്ങൾ സിനിമ കാണണം, നിങ്ങൾ പാർക്കിൽ പോകണം, നിങ്ങൾ ഹോട്ടലിൽ പോകണം, അതൊന്നും വിരോധമില്ല. പക്ഷെ അതിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾ അച്ഛനമ്മമാർ പറയുന്ന അനുസരിച്ച് ചെയ്യുകയും വേണം, വേണ്ടേ? അപ്പോഴാണ് ദേവി കൂടുതൽ നിങ്ങളെ സന്തോഷിച്ച് നിങ്ങളുടെ അനുഗ്രഹം കൂടുതൽ തരില്ല എന്നല്ല, കുറച്ചുകൂടെ കൂടുതൽ അപ്പം എന്നാൽ കുറച്ചുകൂടെ തരും. അപ്പം ഇന്ന് മുതൽ നിങ്ങളെല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുമോ പറയുന്ന പോലെ അച്ഛനെ അമ്മയൊക്കെ അനുസരിച്ച് അല്ലേ? അത് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നതാണല്ലേ, ഗുരുക്കന്മാരെ അനുസരിച്ച്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന നിലവിളക്ക് സാക്ഷാൽ സരസ്വതിയാണ്. അവിടെ സരസ്വതി വിദ്യാരാജഗോപാലം എന്ന മന്ത്രം കൊണ്ടാണ് നമ്മൾ ആ സരസ്വതിയെ പൂജിക്കുന്നത്. അവിടെ വിദ്യാരാജഗോപാലൻ ആരാന്നറിയോ? അവിടെ കൃഷ്ണനാണ്, സാക്ഷാൽ കൃഷ്ണൻ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ പറയും കൃഷ്ണൻ നമ്മൾ കാർവർണ്ണൻ അതാണ് ഇതാണെന്ന് എല്ലാം പറയും. പക്ഷേ കൃഷ്ണന് നമുക്കറിയാത്ത കുട്ടികൾക്ക് നിങ്ങളോട് കൂടുതൽ പണ്ട് വലിയവരോട് കുറച്ചുകൂടെ പറയാം. കൃഷ്ണന് സങ്കല്പമുള്ള എന്താണെന്നറിയോ? വലിയവരെന്ന് പറയോ? കൃഷ്ണനെ നമ്മൾ രാധാകൃഷ്ണനാണ് പറഞ്ഞൊക്കെ എൻ്റെ ശരിയാണ്. കൃഷ്ണന് ഒരു സങ്കല്പം കൂടെ ഉണ്ട്, പറയാമോ? കൃഷ്ണനെ ഒരു മന്ത്രം കൊണ്ടും കൂടെ പറയുന്നുണ്ട്. കൃഷ്ണനെ പൂജിക്കാവുന്ന ഒരു പ്രധാന മന്ത്രം കൊണ്ട് പറയുന്നുണ്ട്. അറിയോ ആർക്കെങ്കിലും? കൃഷ്ണസ്തു കാളി സ്വയം. കൃഷ്ണൻ കാളിയാണ്. കേട്ടിട്ടോ ആരെങ്കിലും? കൃഷ്ണൻ പരാശക്തിയുടെ ഭാവം തന്നെയാണ് കൃഷ്ണൻ. സാക്ഷാൽ പരാശക്തിയായിട്ട് കൃഷ്ണനെ, അതുകൊണ്ടാണ് രാധയുമായി കൃഷ്ണൻ ഇത്രയും താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നത്. രാധ ശ്രീപാർവതി ആവുമ്പോൾ രാധയുമായിട്ട് ഇത്രയധികം താതാത്മ്യം പ്രാപിച്ചിരിക്കുകയാണ് കൃഷ്ണൻ. അപ്പൊ കൃഷ്ണസ്തു കാളി സ്വയം, കൃഷ്ണൻ തന്നെയാണ് കാളി എന്നുള്ളതാണ് അവിടെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ഷമിച്ച് അനുഗ്രഹിക്കണമേ. എനിക്ക് വിദ്യയും ബുദ്ധിയും വിവേകവും പ്രദാനം ചെയ്യണമേ. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള നേർവഴി കാണിച്ചു തരണമേ. ഞാൻ ഇന്നിവിടെ ചെയ്ത പൂജകൾ സ്വീകരിച്ച് അമ്മ അനുഗ്രഹിക്കണമേ. ഓം സം സരസ്വത്യൈ നമഃ. അത്തിക്കുന്നു. कृष्ण महाकृष्ण सर्वज्ञत्वं प्रसीद मे रमारमण विश्वेश विद्यामाशु प्रयच्छ मे. कृष्ण कृष्ण महाकृष्ण सर्वज्ञत्वं प्रसीद मे रमारमण विश्वेश विद्यामाशु प्रयच्छ मे. कृष्ण कृष्ण महाकृष्ण सर्वज्ञत्वं प्रसीद मे रमारमण विश्वेश विद्यामाशु प्रयच्छ मे. कृष्ण कृष्ण महाकृष्ण सर्वज्ञत्वं प्रसीद मे रमारमण विश्वेश विद्यामाशु प्रयच्छ मे. कृष्ण कृष्ण महाकृष्ण सर्वज्ञत्वं प्रसीद मे रमारमण विश्वेश विद्यामाशु प्रयच्छ मे.
തിങ്കളാഴ്ച 2-ാം തീയതി സ്കൂളിലേക്ക് പോവുകയാണ്. ചില ഉറച്ച തീരുമാനങ്ങളോടെ ആയിരിക്കും എല്ലാവരും സ്കൂളിലേക്ക് പോവുക. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കും, എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് വാങ്ങിക്കണം എന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കും സ്കൂളിലേക്ക് എത്തുക. പക്ഷേ എല്ലാ വർഷവും നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമെങ്കിലും ആദ്യത്തെ പരീക്ഷ കഴിയുമ്പോൾ എത്ര പേർ ആ ലക്ഷ്യത്തിലേക്ക് എത്തി എന്നുള്ളത് സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്കണം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു വഴിയുണ്ട്, ദൃഢനിശ്ചയം, അതുപോലെ തന്നെ കഠിനാധ്വാനം. ഒരു കാര്യം തീരുമാനിച്ച് അതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ അത് നേടിയിട്ട് പിന്തിരികയുള്ളൂ എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം എടുത്തിട്ട് വേണം നമ്മൾ സ്കൂളിലേക്ക് പോകാൻ. ദൃഢനിശ്ചയം എടുക്കുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഭഗവതിയുടെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. എന്തായാലും എല്ലാ കുട്ടികൾക്കും ഈ അധ്യയന വർഷം മികച്ചതാകട്ടെ. മികച്ച വിദ്യാഭ്യാസ നിലവാരം ഭഗവതിയുടെ അനുഗ്രഹത്തോടു കൂടി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തക വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ജയ് NSS, ജയ് ജയ്.